അഫാന്റെ വാക്കുകൾ അല്ലെങ്കിൽ അഫാന്റെ മൊഴിയാകെ തള്ളിക്കളയുന്നതാണ് പിതാവ് അബ്ദുറഹീം പറഞ്ഞ കാര്യങ്ങൾ. സാമ്പത്തിക ബാധ്യത മകനെയോ നാട്ടിലോ അറിയിച്ചിട്ടില്ല. തൻ്റെ ബിസിനസ്സിലുണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തനിക്കുള്ള ബാധ്യതകളൊന്നും അറിയിച്ചിട്ടില്ല. അഫാന്റെ പ്രണയബന്ധത്തെ എതിർത്തിട്ടില്ല എന്ന് അഫാന്റെ പിതാവ് പറയുന്നു. ഒപ്പം ഫർസാനയുടെ സമീപവാസി അടക്കം പറയുന്ന ആ ബന്ധത്തെ, ആ പ്രണയത്തെ ആരും എതിർത്തിരുന്നില്ല, അവർക്കെല്ലാം അറിവുള്ളതായിരുന്നു. പിന്നെ എന്തിനീ കൊലപാതകം ചെയ്തു എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഉറ്റവരായ പ്രിയപ്പെട്ടവരായ 5 പേരുടെ ജീവൻ 23-കാരനായ ഒരു യുവാവ് എന്തിന് സ്വന്തം കൈകൊണ്ട് അതും നിഷ്ഠൂരമായി ചുറ്റികയ്ക്ക് തലക്കടിച്ചൊക്കെ ഈ മനുഷ്യരെ കൊലപ്പെടുത്തി കൊന്നു തള്ളിയെന്നതാണ് അവശേഷിക്കുന്ന ചോദ്യം. ഉമേഷ് ബാലകൃഷ്ണൻ തുടരുന്നുണ്ട്. ഉമേഷ്, ഏതായാലും ഈ പ്രാഥമികമായ മൊഴി അഫാന്റെ ഭാഗത്തു നിന്ന് ഇനി ഈ പറഞ്ഞ പിതാവടക്കം പല കാര്യങ്ങളും തള്ളിക്കളയുകയാണ്. സാമ്പത്തിക ബാധ്യത അടക്കമുള്ള കാര്യങ്ങൾ, പ്രണയം അംഗീകരിക്കാത്ത പ്രശ്നമൊന്നുമില്ല എന്നാണ് പലരുടെയും മൊഴിയെന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ അഫാൻ ഈ പറഞ്ഞിരിക്കുന്ന കുറ്റസമ്മത മൊഴി അല്ലെങ്കിൽ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളിലൊക്കെയും അവിശ്വസനീയത നിറയുകയാണ്, അല്ലെങ്കിൽ പൊരുത്തക്കേടുകൾ ഒരുപാടാണ്. ഈ അഫ്ഗാന് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു എന്നല്ല അഫ്ഗാൻ പോലീസിലും പറഞ്ഞിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പോലീസ് അങ്ങനെ തെറ്റിദ്ധരിച്ചതാണ്. കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഉണ്ട് എന്ന് തന്നെയാണ്. അത് ഒരുപക്ഷെ അഫ്ഗാന്റെ പിതാവും അത് സമ്മതിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ബിസിനസ് പരമായി ചില സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അഫ്ഗാന് മറ്റ് ജോലികളൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് കുറച്ചു കാലം ഈ വിദേശത്ത് പോയി, കുടുംബത്തോടൊപ്പം വിദേശത്ത് പോയി എന്നല്ലാതെ മറ്റ് ജോലികളൊന്നും ചെയ്തിരുന്നില്ല. അഫ്ഗാൻ ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൂടാതെ പോലീസിൽ മൊഴി നൽകിയപ്പോൾ ഇത്തരത്തിൽ പ്രണയത്തെ എതിർത്തു എന്ന് പോലീസിൽ മൊഴി നൽകിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സാമ്പത്തിക പ്രശ്നം മാത്രമാണ് അഫ്ഗാൻ പറയുന്നത്. ഈ പ്രണയത്തെ ആരും എതിർത്തിട്ടില്ല. അതായത് കുടുംബത്തിനും പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അഫ്ഗാന്റെ കുടുംബവും എതിർത്തിട്ടില്ല, ഫർഹാനയുടെ കുടുംബവും എതിർത്തിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക ബാധ്യത എന്നുള്ള പ്രതിയായ അഫ്ഗാന്റെ മൊഴിയിൽ ഒരുപക്ഷെ കൂടുതൽ പരിശോധനകൾ വേണ്ടിവരും. കാരണം അത് തന്നെയാണ് ഇപ്പോഴും പ്രതി ഉറച്ചു നിൽക്കുന്ന കാര്യം. സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു. അത് പ്രതിയുടെ പിതാവും പറയുന്നുണ്ട്. ഈ സാമ്പത്തിക ബാധ്യത തനിക്കുണ്ടായ, കുടുംബത്തിനുണ്ടായ ചില സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൂടാതെ ഈ കുടുംബത്തിലെ പിതാവിൻ്റെ സഹോദരനെയും കുടുംബത്തെയും പിതാവിൻ്റെ മാതാവിനെയും എല്ലാം കൊല്ലാൻ തയ്യാറായതും ഈ സാമ്പത്തിക ബാധ്യതയെ തുടർന്നുണ്ടായ, സഹായിക്കാത്തതിനെ തുടർന്നുണ്ടായ വിരോധമാണ് എന്നാണ് അപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. അതെല്ലാം ഇനി എന്തായാലും ക്രോസ് ചെക്ക് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതെല്ലാം ഇനി പോലീസിന്റെ അന്വേഷണത്തിൽ പുറത്തു വരികയും ചെയ്യും. എങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു അർഫാന്റെ മൊഴിയിൽ എപ്പോഴും താൻ ഈ പ്രണയബന്ധത്തെ എതിർത്തതിനാൽ ആരെങ്കിലും കൊല ചെയ്തു എന്ന് പറയുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇത് പോലീസിന്റെ ഒരു നിഗമനത്തിൽ ഇതുണ്ടായിരുന്നു. ഇത്തരത്തിൽ പ്രണയബന്ധത്തെ ആരെങ്കിലും എതിർത്തിരുന്നോ, ഏതെങ്കിലും കുടുംബം എതിർത്തിരുന്നോ, ഇത് പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കുടുംബത്തിൽ നിന്ന് അകത്തു നിന്ന് തന്നെ എതിർപ്പുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസിന്റെ നിഗമനത്തിൽ വന്നിരുന്നു. പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ പരിശോധനകളും തുടർ മൊഴിയെടുക്കൽ അടക്കമുള്ളവ നടത്തുന്നുണ്ട്. ഉറ്റവരായ 5 പേരുടെ ജീവനെടുത്ത അഫാന്റെ വാക്കുകളെ അപ്പാടെ വിശ്വസിക്കുന്നില്ല പോലീസ്. അതുകൊണ്ട് തന്നെ പല സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. അഫാന്റെ പിതാവടക്കം 24 പറഞ്ഞ പല കാര്യങ്ങളും പ്രേക്ഷകർ കേട്ടതാണ്. ഏതായാലും ഈ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ ഇത്ര പ്രിയപ്പെട്ട മനുഷ്യരെ, ഉറ്റവരായ സ്വന്തം രക്തത്തിൽ ഉള്ളവരെ ജീവനോളം വിശ്വസിച്ചോ ഒപ്പം ഇറങ്ങി വന്ന പെൺകുട്ടിയെ അടക്കം ഇങ്ങനെ 2 മണിക്കൂറിനിടയ്ക്ക് അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ, ഒരു പകലിൽ ഇങ്ങനെ എല്ലാവരെയും കൊന്നു തീർത്തു? എന്താണ് അയാളുടെ മനസ്സിൽ ഉണ്ടായ വികാരം, അല്ലെങ്കിൽ അയാളുടെ ചിന്ത, അതെന്ത് ഭ്രാന്തമായ ചിന്തയായിരുന്നു എന്നാണ് പേടിപ്പെടുത്തുന്നത്. അത് കൃത്യമായി അപഗ്രഥിക്കുകയും പുറത്തു വരികയും ചെയ്യേണ്ടതുണ്ട്. അഫാന്റെ ഈ കൊലപാതകങ്ങൾക്കുള്ള, ഈ കൂട്ടക്കൊലയ്ക്കുള്ള അഫാന്റെ മോട്ടീവ് എന്തായിരുന്നു എന്ന് വ്യക്തമാകേണ്ടതുണ്ട്. ഏതായാലും വരും മണിക്കൂറുകളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളും തെളിവുകളും പുറത്തേക്ക് വരും. വിശദമായ മൊഴിയെടുപ്പിൽ ഇക്കാര്യങ്ങൾ വെളിവാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.